ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വന്നു. ഏപ്രിൽ 1 മുതൽ ആദായ നികുതി മുതൽ അപകട നഷ്ടപരിഹാരത്തുകയിൽ വരെ പുതിയ മാറ്റങ്ങൾ. പുതിയ സാമ്പത്തിക നിയമങ്ങളിൽ വ്യക്തതയും നിയന്ത്രണവും വർദ്ധിപ്പിക്കുന്ന ചില പ്രധാന മാറ്റങ്ങളാണ് ഇൻകം ടാക്സ് ആക്ട് 2025 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വർഷം 10 ലക്ഷത്തിന് മുകളിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നവർക്കും 5 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനം വാങ്ങുന്നവർക്കും ഹോട്ടൽ വിരുന്നുകൾക്കായി 1 ലക്ഷത്തിന് മേൽ ചിലവാക്കുന്നവർക്കും പാൻ കാർഡ് നിർബന്ധമാണ്. 20 ലക്ഷത്തിന് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്കും ഇത് ബാധകമാണ്. വീട്ടുവാടക ഇളവ് ക്ലെയിം ചെയ്യുന്നതിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വാടക നൽകുന്ന വീടിന്റെ ഉടമസ്ഥന്റെ പാൻ കാർഡ് വിവരങ്ങളും വാടക നൽകിയതിന്റെ കൃത്യമായ രേഖകളും സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. മറ്റു പ്രധാന മാറ്റങ്ങളിലൊന്ന് വിദേശ യാത്രകൾക്കുള്ള TCS നിരക്ക് കുറച്ചതാണ്. നേരത്തെ 10 ലക്ഷത്തിന് മുകളിൽ 20% ഇനി മുതൽ തുക എത്രയായാലും 2% മാത്രമായിരിക്കും. വിദേശ പഠനത്തിനും ചികിത്സയ്ക്കുമായി അയക്കുന്ന പണത്തിന്റെ നികുതിയിലും 5% നിന്ന് 2% കുറയുകയും ചെയ്തു. കൂടാതെ ഇൻകം ടാക്സ് ആക്ട് 2025 പ്രകാരം ഇനി മുതൽ വാഹനാപകട ക്ലെയിം ട്രൈബ്യൂണലുകളിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയുടെ പലിശയ്ക്ക് നികുതി നൽകേണ്ടതില്ല. ഇതിൽ നിന്ന് TDSഉം ഈടാക്കില്ല. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.